CHRുമായി ബന്ധപ്പെട്ട കേസ് അടുത്ത 4-ന് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. കോടതി ഏത് നിലപാട് സ്വീകരിക്കുമെന്നതിനെ ആശ്രയിച്ചാകും ഹൈറേഞ്ചിലെ കർഷകരുടെ പതിറ്റാണ്ടുകളായുള്ള പ്രതിസന്ധിയുടെ ഭാവി. CHRൽ പുതിയ പട്ടയം നൽകുന്നതും വാണിജ്യ ഇടപെടലുകൾ പാടില്ലെന്നുമുള്ള കഴിഞ്ഞ 24-ലെ സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിൽ കോടതി പുനഃപരിശോധന നടത്തുമോ എന്നാണ് മലയോരം കാത്തിരിക്കുന്നത്. CHR വനഭൂമിയാണെന്നും പട്ടയങ്ങളും പാട്ടങ്ങളും റദ്ദാക്കി കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് പരിസ്ഥിതി സംഘടനയായ വൺ എർത്ത് വൺ ലൈഫ് 2002 നൽകിയ ഹർജിയിലാണ് കോടതിയിൽ വാദം തുടരുന്നത്. CHRൽ പുതിയ പട്ടയം നൽകരുതെന്നും വാണിജ്യ ഇടപെടലുകൾ പാടില്ലെന്നുമുള്ള കഴിഞ്ഞ 24-ലെ സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിൽ പുനഃപരിശോധനയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. CHR റവന്യൂ ഭൂമിയാണെന്ന വാദത്തെ പിന്തുണയ്ക്കുന്ന കേരള സർക്കാർ പട്ടയ വിതരണ വിലക്കിനെ ആദ്യം എതിർത്തിരുന്നില്ല. 4-ന് മുൻപ് സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാണ്. ഈ കേസിൽ 2007 മുതൽ 3 ആഴ്ച മുൻപ് വരെ സർക്കാർ നൽകിയ വിവിധ രേഖകളും സത്യവാങ്മൂലങ്ങളിലുള്ള പൊരുത്തക്കേടുകളുമാണ് കോടതിയിൽ നിന്ന് പ്രതികൂല ഇടക്കാല ഉത്തരവുണ്ടാകാൻ കാരണമെന്നാണ് ആക്ഷേപം. CHR റവന്യൂ ഭൂമിയാണെന്നും മരങ്ങളുടെ സംരക്ഷണ ചുമതല മാത്രമാണ് വനം വകുപ്പിന് ഉള്ളതെന്നുമാണ് സർക്കാർ ഇതുവരെ നൽകിയ എല്ലാ സത്യവാങ്മൂലങ്ങളിലും വ്യക്തമാക്കുന്നത്. എന്നാൽ കോടതി ആവശ്യപ്പെട്ടിട്ട് പോലും CHRന്റെ വിസ്തീർണം സംബന്ധിച്ച് കൃത്യമായ കണക്ക് നൽകാൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. 2023-ലെ വനസംരക്ഷണ ഭേദഗതി 4-ാം വകുപ്പ് പ്രകാരം 1980-ലെ വനസംരക്ഷണ നിയമത്തിൽ കൂട്ടിച്ചേർത്ത 1A വകുപ്പ് അനുസരിച്ച് കർഷകരുടെ കൈവശ ഭൂമിക്ക് പട്ടയം അനുവദിക്കാമെന്ന് കർഷക സംഘടനകളും വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.